വാട്ട് എ വിൻ ഫോർ അൽ നസർ. അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. 5-0 ഒരു വമ്പൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഫാൻസ് എല്ലാം അത് ആഘോഷിച്ചിട്ടുണ്ടാവും. സോ അത്രയും ഒരു കിടിലൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് പാർട്ടി ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു. ടോട്ടലി ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വിജയം നമ്മൾ കണ്ടാണ്. 74 മിനിറ്റ് ആയപ്പോൾ തന്നെ പ്രധാന താരങ്ങളെല്ലാം പുള്ളി സബ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ക്രിസ്ത്യാനോ, ആളുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അതൊരു പെനാൽറ്റി ആയിരുന്നു. ഓവറോൾ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഈ ഒരു ഏജിൽ ഇങ്ങനെ കളിക്കണമെങ്കിൽ എന്താ പറയാ, പുള്ളിനെ കൊണ്ടേ അത് പറ്റുള്ളൂ. അമ്മാരി പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്ന്. ഒരു പെനാൽറ്റി ആയിരുന്നു. ആ ഒരു ഗോളിന് ശേഷം പുള്ളി ഒരു അസിസ്റ്റും കൂടി കൊടുത്തായിരുന്നു മാനേക്ക്. സോ ടോട്ടലി ഒരു കിടിലൻ ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കോമന്റെ ആ ഒരു ഗോളിലും റൊണാൾഡോന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കോമന്റെ ഭാഗത്തു നിന്നും നല്ല ഇമ്പാക്റ്റ് തന്നെയാണ് നിലവിൽ ഇപ്പൊ ടീമിലുള്ളത്. കാരണം അസിസ്റ്റും കാര്യങ്ങളും ആളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത്രയും ടോപ്പ് നോച്ച് ആയിട്ടാണ് ആൾ കളിക്കണേന്ന് പറയാം. ടോട്ടലി ടീം മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബ്രോൺസോവിച്ച് ആണെങ്കിലും ഒരു കിടിലനായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാനയുടെ ഗോളിൽ നമ്മൾ കണ്ടാണ് അണ്ണന്റെ ആ ഒരു ടച്ച് ഉണ്ട്. ആളുടെ ആ ഒരു പാസിലായിരുന്നു ആ ഒരു ഗോൾ വന്നത്. ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ടീം മൊത്തത്തിൽ ആ ഒരു സിങ്ക് വന്നിട്ടുണ്ട്. നേരത്തെ എപ്പോഴും വിട്ടുപോയ ആ ഒരു സിങ്ക് തിരിച്ചു വന്നു വേണമെങ്കിൽ പറയാം. ആൻഡ് താങ്ക്സ് ടു ബാഴ്സലോണ ഇങ്ങനത്തെ ഒരു ബീസ്റ്റിനെ നിലവിൽ അൽ നസറിലേക്ക് തന്നതിന്. കാരണം അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആയിരുന്നു ആളുടെ ഭാഗത്ത് നിന്ന് ആ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് വന്നത്. ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് ആൾ ഇടക്ക് കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഫിനിഷിംഗ് ടച്ച് എന്താ പറയാ, പ്യുവർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ആ ഒരു 2 ഗോൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഡിഫെൻസീവിലും ആളുടെ ആ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലനായിട്ട് തന്നെ ആൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ബീസ്റ്റിന് അൽ നസറിന് കിട്ടിയത് എന്തുകൊണ്ടും നന്നായി. പിന്നെ ജീസസ് കമ്മിങ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ആ ടാറ്റിക്സ് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ടീം മൊത്തത്തിൽ നല്ല രീതിയിൽ ആ ഒരു ഫസ്റ്റ് സീസൺ തുടക്കം പോലെ ആയിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ടോട്ടലി ടീം എന്താ പറയാ, ആ ഗെയിം തന്നെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയാം. ഓരോ പ്ലെയറും അത്രയും കിടിലനായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഗോൾ കീപ്പർ ആണെങ്കിലും ക്ലീൻ ഷീറ്റിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കണേണ് ബെറ്റോ. ടീം മൊത്തത്തിൽ ആ ഒരു സിങ്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീസൺ ആ ഒരു ട്രോഫി പൊക്കാൻ തന്നെ ആയിരിക്കും അൽ നസറിന്റെ പരിപാടി. അത് നമുക്കറിയാം. അണ്ണനും ആ ഒരു ട്രോഫി എന്തായാലും അത്യാവശ്യം തന്നെയാണ്. സോ ബാക്ക് ടു അൽ നസർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് പാർട്ടി ടൈം. പ്രതികാരം വീട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. റയൽ മാഡ്രിഡ് ആ ഒരു മാച്ച് അത്രയും റേസിസം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. പിന്നീട് ആ ഒരു ടച്ച് തന്നെ അത്രയും കിടിലനായിരുന്നു പറയാം. ആ ഒരു ഫിനിഷിങ്, പിന്നെ ചുവാമേനിയുടെ ആ ഒരു ഫിനിഷിങ് ആളുടെ ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നീട് ആ ഒരു എന്താ പറയാ, ആ സെലിബ്രേഷൻ കാണിച്ചു എന്നുള്ളതാണ്. അത് വേണം എന്തായാലും. ആ ഒരു ഹേറ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടിയാണെന്ന് പറയാം. കാരണം ആളുടെ ഭാഗത്ത് നിന്ന് എംബാപ്പ ഇല്ലായിരുന്നു. ഫുൾ എന്താ പറയാ, എല്ലാ ക്രെഡിറ്റും പുള്ളി എടുത്താണ് കളിച്ചത്. ചുവാമിനിയുടെ ഗോളാണെങ്കിൽ എടുത്തു പറയണമായിരുന്നു. ആ ഒരു ബോക്സിന്റെ അകത്തുനിന്ന് ആ ഒരു ഫിനിഷിങ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വരാറില്ല. സോ ഇറ്റ്സ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൾ ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ഡിഫെൻസീവിലും ആളുടെ പെർഫോമൻസ് എന്താ പറയാ, കിടിലൻ തന്നെയാണ്. ഓവറോൾ ആളുടെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ടീമിൽ കൂടി വരുന്നുണ്ട്. ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. വാൾവറുടെയും അതുപോലെ തന്നെ ആർത്തർ കുളറിന്റെ ഒക്കെ പെർഫോമൻസും കിടിലൻ തന്നെയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കോട്ടുവ എന്താ പറയാ, വാട്ട് എ പ്ലെയർ. ആളില്ലെങ്കിൽ ഒരു പക്ഷെ തോറ്റു പോയേനെ. കാരണം അങ്ങനത്തെ കുറെ സേവുകൾ ആള് ബാക്ക് ടു ബാക്ക് എടുക്കുന്നുണ്ട്. ആ ടീമിനെ ഒരു തരത്തിൽ ക്യാരി ചെയ്യണം വേണമെങ്കിൽ കോട്ടുവ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ക്രൈയിങ് മൂമെന്റ് ആയിരുന്നു ഒറ്റ മിനിറ്റിക്ക് വേണ്ടിയിട്ട്. ഈ കളി അടുത്ത കളി മിസ്സാവും, ഹോൾ ടീം മിസ്സാവും. കാരണം അവര് പുറത്തായിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു ലാഫിംഗ് മൂമെന്റ് തന്നെയാണ്. സോ ഇറ്റ്സ് റയൽ മാഡ്രിഡ്.